ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്ന സുവിശേഷ ഭാഗം ഈശോയും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള ദീർഘമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ ഭാഗമാണ്. സമരിയാക്കാരി സ്ത്രീ യാക്കോബിൻ്റെ കിണറ്റിൻ്റെ തീരത്ത് വെച്ച് മധ്യാഹ്ന നേരത്ത് ഈശോയെ കണ്ടുമുട്ടിയവൾ. തലയ്ക്കുമീതെ സൂര്യൻ ഉദിച്ചുയർന്നു നിൽക്കുമ്പോഴും അതിനേക്കാൾ പ്രഭയേറിയ ഒരു സൂര്യനെ കണ്ട് കണ്ണു നിറഞ്ഞവൾ. ആദ്യത്തെ പ്രേക്ഷിതയെന്ന് വിളിക്കാം ഈ സമരിയാക്കാരി സ്ത്രീയെ. കാരണം ഈശോയെ കണ്ടതിന് ശേഷം, ഈശോയെ അനുഭവിച്ചതിന് ശേഷം ഒരു ഗ്രാമത്തെ മുഴുവൻ അവനിലേക്ക് ആകർഷിച്ച ആദ്യത്തെ പ്രേക്ഷിതയാണ് ഈ സമരിയാക്കാരി സ്ത്രീ. ഈശോയും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള ഈ ദീർഘമായിട്ടുള്ള സംഭാഷണത്തെ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ഒന്ന്, ഈശോയെ കണ്ടുമുട്ടുന്നതിന് മുൻപുള്ള സമരിയാക്കാരി സ്ത്രീ, ഈശോയെ കണ്ടുമുട്ടുന്ന സമയം, ഈശോയെ കണ്ടുമുട്ടിയതിന് ശേഷമുള്ള സമരിയാക്കാരി സ്ത്രീ. പ്രീ എൻകൗണ്ടർ, എൻകൗണ്ടർ ആൻഡ് പോസ്റ്റ് എൻകൗണ്ടർ. ഈശോയെ കണ്ടുമുട്ടുന്നതിന് മുൻപുള്ള സമരിയാക്കാരി സ്ത്രീ അത്രമേൽ മോശപ്പെട്ടൊരു സ്ത്രീ എന്നോ അത്രമേൽ പാപിനി എന്ന സ്ത്രീ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കില്ലെങ്കിലും ഈ സ്ത്രീ നല്ല അറിവുള്ള സ്ത്രീയാണ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ, ദൈവികമായ കാര്യങ്ങളിൽ നല്ല അറിവുള്ള ഒരു സ്ത്രീയാണ് ഈ സമരിയാക്കാരി സ്ത്രീ. ഒപ്പം നല്ല സ്വത്വബോധമുള്ളവളാണ്. അവൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഈ കിണർ തന്ന യാക്കോബിനേക്കാൾ വലിയവനാണോ നീ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർവ്വപിതാവിനെ കുറിച്ച് വലിയ അഭിമാന ബോധമുള്ളവർ. പിന്നെ എവിടെ ആരാധിക്കേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ മിശിഹ വരുമെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നല്ല അറിവുള്ള ഒരു സ്ത്രീയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും വിശ്വാസപരമായ കാര്യങ്ങളിൽ, ദൈവികമായ കാര്യങ്ങളിൽ നല്ല അറിവുള്ളവരായിരിക്കാം നമ്മൾ. പക്ഷേ ആ അറിവ് നമ്മളെ അനുഭവത്തിലേക്ക് നയിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ധാർമ്മിക ജീവിതത്തിൽ അവളുടെ തുണയ്ക്ക് എത്താത്തതാണ് അവളിൽ സംഭവിച്ച ഏറ്റവും വലിയ പരാജയം. അവളുടെ വിശ്വാസവും അല്ലെങ്കിൽ അവളുടെ അറിവും അവളുടെ ധാർമ്മിക ജീവിതത്തിൽ അവളുടെ തുണയ്ക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അവൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് നല്ല അറിവുണ്ടാകാം, പക്ഷേ ആ അറിവ് നമ്മളെ നമ്മുടെ ധാർമ്മിക ജീവിതത്തിലും കൂടെ നമ്മൾ നയിക്കണം എന്നുള്ളതാണ് ഈ പ്രീ എൻകൗണ്ടർ പീരീഡ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. ഇനി ഈശോയെ കണ്ടുമുട്ടുന്ന സമയം, എൻകൗണ്ടർ, യഥാർത്ഥ ദർശനം. നമുക്കറിയാം, സാധാരണ ഒരു ഡയലോഗിലൂടെയാണ് അവൾ തൻ്റെ സംഭാഷണം ആരംഭിക്കുന്നത്. ഈശോ ഒരു പാത്രം വെള്ളം കുടിക്കാൻ ചോദിക്കുന്നു. അവിടെ നിന്ന് വലിയ നിത്യസത്യങ്ങളിലേക്കാണ് ഈശോ ആ സംഭാഷണത്തിൽ ലിഫ്റ്റ് ചെയ്യുന്നത്. ഒരു കൈക്കുടന്നയിൽ വെള്ളം ചോദിച്ചവൻ പിന്നീട് നിത്യസത്യമായ അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായ, ഒരിക്കലും ദാഹിക്കാത്ത ജലത്തെക്കുറിച്ചാണ് പിന്നീട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവൾ സ്വയമായി ദൈവത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞപ്പോൾ ദൈവം അവളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അവളുടെ ഹൃദയത്തെ തമ്പുരാൻ സ്പർശിക്കുന്ന രംഗമാണ് നമ്മൾ കാണുക. അവളുടെ ഇടർച്ചകളിലേക്ക്, അവളുടെ കുറവുകളിലേക്ക് തമ്പുരാൻ ഇറങ്ങി ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തിന് മുമ്പിൽ സ്വയം വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ, നമ്മൾ സ്വയം ഏറ്റുപറയാൻ തയ്യാറായാൽ, ഈശോയും നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അവൻ നമ്മുടെ കുറവുകളെ, നമ്മുടെ പോരായ്മകളെ സ്പർശിക്കും, അവൻ സുഖപ്പെടുത്തുന്നുള്ളതാണ്. ഇവളുടെ ജീവിതത്തിലെ എല്ലാം തുറന്നു പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാം അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എല്ലാം അറിയുന്ന ഒരു ദൈവത്തിന് മുമ്പിൽ കാപട്യങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരുപക്ഷെ ആരും അറിയില്ലെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ പോലും അറിയുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്നുള്ളത് നീ ഓർക്കുക. അതുകൊണ്ട് ആ ദൈവത്തിന് മുമ്പിൽ കാപട്യങ്ങൾ ആവശ്യമില്ല. അതുകൊണ്ട് നിന്നെ അറിയുന്ന ദൈവത്തിന് മുമ്പിൽ നീ പൂർണ്ണമായിട്ടും നിന്നെ തന്നെ തുറന്നു വെക്കുക എന്നുള്ളതാണ് ഈ സമരിയാക്കാരി സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്ന ഈ രണ്ടാമത്തെ പാഠം. ഈ ദർശനത്തിന്റെ ആ സമയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. അങ്ങനെ പൂർണ്ണതയായ ദൈവത്തെ അവൾ കണ്ടുമുട്ടുകയാണ്. പിന്നീട് ഈ പോസ്റ്റ് എൻകൗണ്ടർ ആണ്. ഈശോയെ കണ്ടുമുട്ടിയതിന് ശേഷം അവൾക്ക് എന്താണ് സംഭവിക്കുന്നത്?
ഈശോയെ കണ്ടുമുട്ടിയതിന് ശേഷം വചനം പറയുന്നു, അവൾ കുടം അവിടെ വെച്ചിട്ട് അവൾ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി എന്നാ പറയണേ. പിന്നീട് സംഭവിക്കുന്നത്, തൻ്റെ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കണ്ടറിഞ്ഞ ഈശോയെ ഒരു ഗ്രാമത്തിന് മുഴുവൻ അവൾ പരിചയപ്പെടുത്തുകയാണ്. ആ സമയത്ത് അവളുടെ ഭൂതകാലമൊന്നും അവളെ ഒരു വേള പോലും പുറകോട്ട് നയിക്കുന്നില്ല. പിന്നെ അവൾ യാത്ര താൻ അറിഞ്ഞ അനുഭവിച്ച് ഈശോയെ പകർന്നു കൊടുക്കുന്നതിൽ മാത്രമായിരുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തെ മുഴുവൻ ഈ ആദ്യത്തെ പ്രേക്ഷിത എന്ന് വിളിക്കപ്പെടുന്ന ഈ സമരിയാക്കാരി സ്ത്രീ ഈശോയിലേക്ക് ആകർഷിക്കുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു നല്ലൊരു മിഷണറിയെ ദൈവം ഇവളിൽ രൂപപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനോട് ചേർത്ത് നമ്മൾ ധ്യാനിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നീട് ഈ ഗ്രാമവാസികള് ഈ സമരിയാക്കാരി സ്ത്രീയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനിമേൽ നീ പറഞ്ഞത് കൊണ്ടല്ല, മറിച്ച് ഞങ്ങൾ നേരിട്ട് അവനെക്കുറിച്ച് ശ്രവിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതും വലിയൊരു ധ്യാനമാണ്. ഇനി മുതൽ സുവിശേഷം, പ്രത്യേകിച്ച് സുവിശേഷം പ്രസംഗിക്കുന്ന ഓരോ വ്യക്തികളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ്. സുവിശേഷം കേൾക്കുന്നവരിൽ ഇനി അച്ഛൻ പറഞ്ഞത് കൊണ്ടല്ല, ഇനി സിസ്റ്റർ പറഞ്ഞത് കൊണ്ടല്ല, ഇനി അൽമായനായ ആ സഹോദരൻ പറഞ്ഞത് കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ നേരിട്ട് അവനെക്കുറിച്ച് ശ്രവിക്കുകയും അല്ലെങ്കിൽ നേരിട്ട് അവനെ അനുഭവിക്കുകയും ചെയ്തത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധ്യം നമ്മളിൽ എപ്പോഴാണ് രൂപപ്പെടുക എന്ന് വെച്ചാൽ, ഒരു അച്ഛനൊരു തെറ്റ് പറ്റിയാൽ, ഒരു സിസ്റ്ററിന് ഒരു തെറ്റ് പറ്റിയാൽ പോകേണ്ട വിശ്വാസമല്ല നമുക്കുള്ളത്. അല്ലെങ്കിൽ പലപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ അച്ഛന് തെറ്റുപറ്റി, അല്ലെങ്കിൽ സിസ്റ്ററിന് തെറ്റുപറ്റി, അല്ലെങ്കിൽ എനിക്ക് പള്ളിയിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന്, ദൈവികമായ കാര്യങ്ങളിൽ നിന്ന്, പള്ളി കമ്മിറ്റിയിൽ നിന്ന് എനിക്കൊരു മുറിവുണ്ടായി, വേദനയുണ്ടായി, അതുകൊണ്ട് ഞാൻ ഇനി പള്ളി വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പള്ളി കാര്യങ്ങളെയോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരെയോ വികാരിയച്ഛനെയോ സിസ്റ്ററിനെയോ കണ്ടിട്ടല്ല നമ്മൾ പള്ളിയിലേക്ക് വരേണ്ടത്. മറിച്ച് എന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവം സക്രാരിയിലുണ്ട്, ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവം സക്രാരിയിലുണ്ട്. ആ ദൈവത്തെ അറിയാനും അനുഭവിക്കാനുമാണ് ഞാൻ ദേവാലയത്തിൽ വരുന്നത് എന്നുള്ള ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ ഈ സമരിയാക്കാരി സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. അതുകൊണ്ട് ഈ സമരിയാക്കാരി സ്ത്രീയോട് അവര് ഗ്രാമവാസികൾ പറയാതെ പറയുകയാണ്, സമരിയാക്കാരി സ്ത്രീ, ഇനി നീ വീണാലും ഞങ്ങൾ വീഴില്ല, ഇനി നീ വിശ്വസിച്ചില്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുമെന്നുള്ള വലിയ ഒരു ഏറ്റുപറച്ചിലാണ് പ്രിയപ്പെട്ടവരെ ഈ ഗ്രാമവാസികൾ നടത്തുന്നതെന്നുള്ളതാണ്. ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് 7 പൂർണ്ണതയുടെ സംഖ്യയാണ് 7. ഇവള് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവൻ ഇവരുടെ ഭർത്താവല്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവള് കാണുന്ന വ്യക്തിയാണ് ഈ 7ാമത്തെ വ്യക്തി, അതാണ് ഈശോ. പൂർണ്ണതയെ ദർശിച്ചവൾക്ക് പിന്നീട് ഒരു കുടത്തിന്റെ ആവശ്യമില്ല, പിന്നെ ദാഹിക്കുന്നില്ല അവൾക്ക്. കാരണം നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായ ദൈവസ്നേഹം അവളിൽ നിറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പൂർണ്ണതയായ ഈശോയെ അവൾ ദർശിക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ സമരിയാക്കാരി സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അത് തന്നെയാണ്. പൂർണ്ണതയായ യേശുക്രിസ്തുവിനെ ദർശിച്ചാൽ പിന്നീട് ഒരിക്കലും പാപത്തിന്റെ ദാഹം ഉണ്ടാവുകയില്ല. പൂർണ്ണതയായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമുക്ക് ഈ ദിവസം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.